നിങ്ങളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതിഥി വന്നാൽ ആദ്യം കൈ കഴുകേണ്ടത് ആരാണ്? ആദ്യം കൈ കഴുകേണ്ടത് അതിഥിയല്ല. ചിലപ്പോ വലിയ തങ്ങളുണ്ട്, വലിയ ആലിമുണ്ട് എങ്കിൽ ആ തങ്ങളെ ബഹുമാനിച്ചിട്ട് ആലിമിനെ ബഹുമാനിച്ചിട്ട് ആദ്യം തങ്ങളോട് കൈ കഴുകാൻ പറയും വീട്ടുകാരൻ. എന്നാൽ എല്ലാവരും ഒരുപോലെയാണോ? എന്നാൽ അവിടെ ഏറ്റവും നല്ലത് ഭക്ഷണത്തിന്റെ മുമ്പ് കൈ കഴുകൽ ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്. അത് ഈ മറ്റുള്ളവർക്കും കൂടി കൈ കഴുകാനുള്ള പ്രേരണയാണ്, തുടങ്ങിക്കൊടുക്കാൻ. അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചാലോ? ഭക്ഷണം കഴിച്ചാല് ചില വീട്ടുകാർക്കൊരു സ്വഭാവമുണ്ട്. നായനിക്കടേ മെല്ലെ തിന്നോറു എനിച്ചാ പിന്നെ അവർക്ക് തിന്നാൻ തോന്നൂല മനുഷ്യന്മാരെ. അങ്ങനെ നാണെനിക്കടേ നിങ്ങൾ മെല്ലെ തിന്നിട്ട് ചെമ്മി എല്ലാം കാലിയാക്കിട്ട് ചെമ്മി ഒക്കെ ബേർ നിന്റെതല്ലേ. ബേർ ഓന്റേതാണെങ്കിൽ പ്രശ്നമില്ല, അത് തന്നിട്ട് പറയുകയാണെങ്കിൽ. അതേ സമയത്ത് ആദ്യം കഴുകേണ്ടത് വീട്ടുകാരനാ, പുറക്കാരനാ. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ? ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകേണ്ടത് അതിഥികളാണ് ആദ്യം, വീട്ടുകാരൻ പിന്നെ കഴുകണം. എന്താ കാരണം? ആദ്യം തന്നെ എണീറ്റിട്ട് വീട്ടുകാരൻ കൈ കഴുകിയാല് അതിഥികൾ മനസ്സിലാക്കൂ, ഇയാൾക്ക് പേടിയായി, ഞങ്ങൾ എല്ലാം തിന്നിട്ട് തീർക്കോ എന്ന് പേടിയായി, അങ്ങനെ ഞങ്ങൾ കൂടി വേഗം എണിക്കണോ എന്ന് അതിഥികൾ അഥവാ സംശയിച്ചു പോയാലോ. അതുകൊണ്ട് ആദ്യം അതിഥികളാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകേണ്ടത്. അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോ കാല് കൈ കഴുകൽ മാത്രമല്ല സുന്നത്ത്. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയത്, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം രണ്ട് കൈ കഴുകും, കാല് കൈ കഴുകും. കൈ കഴുകൽ മാത്രമല്ല സുന്നത്ത്. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കുങ്ങള്, ഭക്ഷണത്തിന്റെ മുമ്പും ഭക്ഷണത്തിന്റെ ശേഷവും കൈ കഴുകുന്നതോടൊപ്പം വായ കഴുകലും സുന്നത്താണ്. അത് ഭക്ഷണത്തിന്റെ മുമ്പും സുന്നത്താണ്, ഭക്ഷണത്തിന്റെ ശേഷവും സുന്നത്താണ്. അങ്ങനെ ഓരോന്നിനും ഓരോ അദബുകളുണ്ട്, ഓരോ ചുട്ടയുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സ്തുതി ഉണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തുആം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഒരു ചെറിയ ദിക്ർ അത് ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതി അല്ലാഹുവിനാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്? അത്അമനി ഹാദാ തുആം, ഈ ഭക്ഷണം എനിക്ക് തന്ന് ഭക്ഷിപ്പിച്ചവൻ അവനാണ്. വറസഖനീഹി, ഈ ഭക്ഷണം എനിക്ക് നൽകിയവൻ അവനാണ്. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, ഇത് എന്റെ കഴിവോ എന്റെ ശേഷിയോ ഒന്നുമല്ല, ഇത് റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ അധ്വാനിച്ച് കിട്ടിയതാ. അല്ല, ഞാൻ അധ്വാനിച്ചത് കൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടിക്കണമെന്നില്ലല്ലോ. ഞാൻ അധ്വാനിച്ചില്ലെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടും, കാരണം ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് കിട്ടിയ ഭക്ഷണമാണ്. ആ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചാൽ ഗുഫിറത്ത് ഖതായാഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെയൊന്നുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചാൽ അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കൂന്ന് പറയുന്നത് നൗഫൽ സഖാഫി അല്ല, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അങ്ങനെ സ്തുതിച്ചതിന് ശേഷം 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്, അത് മറക്കാൻ പാടില്ല. അങ്ങോട്ട് പറയാണ്, വെറുതെ അല്ല. ഇന്ന് തിന്നതിനെല്ലാം അസുഖം വരാൻ കാരണം ഇതാ. ഇപ്പൊ എല്ലാം നോക്കുമ്പോ വേറെ സമയമില്ല ഉസ്താദ്, വേറെ സമയമില്ലേ. സമയമില്ലാത്തത് വേറെ എല്ലാം സമയമുണ്ട്. എന്താ കാരണം? ഇത് കിട്ടിയതൊക്കെ കയറ്റ് തന്നെയല്ലേ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ സ്തുതിക്ക് ശേഷം 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ടേ ഉമ്മമാരെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 സൂറത്ത് ഓതണേ. അത് കഞ്ഞിയും അച്ചാറുമാണെങ്കിലും ശരി, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചതിന് ശേഷം ഒരു 2 സൂറത്ത് ഓതാൻ മറന്നു പോകരുത്. ഒരു ചെറിയ സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? ഒന്നാമതായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതൽ സുന്നത്താണ്. അതോടൊപ്പം മറ്റൊരു സൂറത്ത് ഓതൽ സുന്നത്താണ്. ലീലാഫി ഖുറൈശിൻ ഇലാഫിഹിം റഹ്ലതശ് ശിതാ. അതേ ലീലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഖുറൈശ്, ആ സൂറത്തും ഓതണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ 2 സൂറത്ത് ഓതണം. മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതേ നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് അത് നല്ലതിന് എതിരാണ്. ഖിലാഫുൽ ഔലാ,
മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതിന് എതിരാണ്. അത് ഇളനീറാണെങ്കിലും ശരി, പൊണ്ടാണെങ്കിലും ശരി, റോഡ് വക്കത്ത് ഇളനീർ കുടിക്കുന്നു ഒരു കാരണവുമില്ലാതെ. ചിലപ്പോൾ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഇരിക്കാൻ വേറെ വകുപ്പില്ല, വകുപ്പുണ്ടെങ്കിലും ചിലപ്പോൾ ഇരിക്കാൻ നേരമുണ്ടാകണമെന്നില്ല. അങ്ങനെയല്ല, അതിനൊക്കെ നേരമുണ്ട്, വകുപ്പുണ്ട്, അവസരമുണ്ട്. എന്നാൽ അതേ ഇരുന്നിട്ടല്ലാതെ നിന്നിട്ട് വെള്ളം കുടിക്കലോ അത് ഖിലാഫുൽ ഔലാ, നല്ലതിന് എതിരാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ നിന്നിട്ട് വെള്ളം കുടിക്കുന്നത് കറാഹത്താണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളതൊരു ചെറിയ വിഷയമായി കാണേണ്ടതല്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിന്നിട്ട് വെള്ളം കുടിച്ചാൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഒരാൾ നിന്നിട്ട് വെള്ളം കുടിക്കേണ്ടി വന്നാല് അയാൾ ചെയ്യേണ്ടതൊരു കാര്യം എന്താണെന്നറിയോ? കാലിന്റെ 2 കൊമ്പ വിരലോ, ഈ വിരലൊക്കെ എന്താ പറയാ, അങ്ങനത്തെ വിരലേ ഇല്ല, കണ്ടല്ലേ, ഉണ്ടല്ലേ കാലിൽ കണ്ടോണ്ടുണ്ട്. കൊമ്പ വിരൽ. ഞാൻ കരുതി നിങ്ങൾ തൂങ്ങി ഉറങ്ങുണ്ടാവുന്നത് എത്താറായി. ഈ കൊമ്പ വിരല്, ഈ 2 വിരൽ ഇങ്ങനെ, അഥവാ നിന്നിട്ട് വെള്ളം കുടിക്കൽ നിർബന്ധിതനായാൽ അത് കുടിക്കുമ്പോ ആ കൊമ്പ വിരൽ ഇങ്ങനെ ചലിപ്പിക്കണോന്ന്, പന്ത് പാട്ടണോന്ന്. എന്നാൽ നിന്നിട്ട് വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവൂല. ഡോക്ടറല്ല വരണേ, കിതാബിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങ കരുതിയ മൊയ്ലാമാരെന്ന് പറഞ്ഞവർക്ക് ഇതിൽ വേറെന്തോ അറിയില്ല, ഇത് മാത്രമെന്നാ ആലിമീങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കുന്നു. ഇനി അവിടെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരതിഥിയുടെ വീട്ടിൽ ഒരാളങ്ങ് ചെന്നു. ആ അതിഥിയുടെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അയാളെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴോട്ട് വീണ് ആ പ്ലേറ്റ് അങ്ങ് പൊടിയായാൽ ആരാണതിന് ഉത്തരവാദി? വീട്ടുകാരൻ സമ്മതിച്ചാ കുഴപ്പമില്ല. അതേ സമയത്ത് അതിന് ഉത്തരവാദി ആരെ കയ്യിൽ നിന്നാണോ താഴോട്ട് പ്ലേറ്റ് വീണത് അയാൾ ഉത്തരവാദിയാണ് എന്ന് പോലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലേ? എന്തിനാണ്? ഞാൻ കാരണമായി ഒരാളുടെ മനസ്സും വേദനിക്കാൻ പാടില്ല, ഒരാളും സങ്കടപ്പെടാൻ പാടില്ല, ഒരാളും ദുഃഖിക്കാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്നവരാകണം, എല്ലാവർക്കും ഖൈർ പ്രതീക്ഷിക്കുന്നവരാകണം. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. ആ നല്ല ഈമാൻ കൈവരിച്ച് മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളായി മരിക്കാൻ ഒരുങ്ങണേ ജനങ്ങളെ. ഇത് ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. എൻ്റെ മുഅ്മിനുകളൊന്ന് എണീറ്റ് നിൽക്കുമോ?